ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബട്ടർ പത്തിരിയുടെ റെസിപ്പി എങ്ങനെയാണ് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ സാദാ അരിപ്പൊടി വെച്ചിട്ടാണ് ബട്ടർ പത്തിരി തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സോഫ്റ്റാണിത്. നമുക്ക് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഞാൻ ഇവിടെ ചിക്കൻ കുറുമയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കിടിലൻ ടേസ്റ്റിലുള്ള ഈ ചിക്കൻ കുറുമയുടെ റെസിപ്പിയും കൂടെ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് 250 ml കപ്പിൽ 1.5 കപ്പ് അരിപ്പൊടി എടുക്കാം. സാധാരണ പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത്. അപ്പം 1.5 കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ മൈദ കൂടി ആവശ്യമുണ്ട്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് മൈദ. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുമ്പം അരിപ്പൊടി എന്തേരെയാണോ എടുക്കുന്നത് അത്രയും തന്നെ മൈദയും ഒരേ അളവിൽ എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും മൈദയും ഉപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ കണ്ട വീഡിയോസിലെല്ലാം തന്നെ ബട്ടർ പത്തിരി തയ്യാറാക്കുന്നത് പച്ചവെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചാണ്. അപ്പോൾ ആ പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന അരിപ്പൊടിയാണ് എല്ലാവരും തന്നെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാദാ അരിപ്പൊടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് തയ്യാറാക്കുമ്പം നല്ല ചൂടായിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബട്ടർ പത്തിരി തയ്യാറാക്കുമ്പോൾ നമ്മൾ പാലൊഴിച്ച് തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മളിവിടെ നല്ല തിളച്ച പാൽ ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി പാലില്ലെങ്കിൽ പാൽപ്പൊടിയാണെങ്കിലും ഇതുപോലെ നന്നായിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് തന്നെ സാധാ പത്തിരി വാട്ടുന്ന പോലെ തന്നെ നമുക്കിത് നന്നായിട്ട് ഇതുപോലെ വാട്ടിയെടുക്കാം. അപ്പം നമ്മൾ മൈദ ചേർത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ സാധാരണ പത്തിരിക്ക് എടുക്കുന്ന അത്രയും വെള്ളം ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ 2 കപ്പ് പാൽ, നല്ല ചൂട് പാൽ എനിക്ക് കറക്റ്റായിരുന്നേ. 1 കപ്പ് ഞാൻ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് നമ്മളിങ്ങനെ നോക്കി ഇതുപോലെ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പാലിൻ്റെ ഒരു അളവ് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വാട്ടുമ്പം ഓരോ പത്തിരിപ്പൊടിയും വ്യത്യാസമാണല്ലോ. അപ്പോൾ ഈ ഒരു 2 കപ്പ് ഏതാണ്ട് ഇത്രയും മാവിന് കറക്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കും പത്തിരിക്കുമൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒരുപാട് നേരമായിട്ട് കുഴച്ച് മയം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മാവ് സോഫ്റ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ പറ്റിയൊരു കിടിലൻ ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ മാവ് കുഴച്ചെടുത്ത് കുറേ നേരം റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിപ്പോൾ തന്നെ ഇത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ബോളുകളാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലൊന്ന് ജസ്റ്റ് നീളത്തിലാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്ത് ചെറിയ ബോളുകളാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിൻ്റെ വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കണേ. ഒരുപാട് പത്തിരിയുടെ അളവിൽ ചെറുതായി പോകണ്ട, കുറച്ചുകൂടെ ഒന്ന് വലിപ്പത്തിൽ ചെയ്യാം. എന്നാലും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയുടെ ബോൾ ഉരുട്ടി എടുക്കുന്ന പോലെ അതേ അളവിൽ ഇങ്ങനെ ഓരോ ബോളുകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കാം. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുത്ത ഉടനെ തന്നെ ചുട്ടെടുക്കണേ. ഒരുപാട് സമയം ഇങ്ങനെ നമ്മൾ ഓരോന്നിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച ശേഷം ചുട്ടെടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൈദ ചേർത്തിരിക്കുന്നതുകൊണ്ട് കേട്ടോ. അപ്പം നമ്മൾ പരത്തുമ്പം ഒരു പത്തിരിയുടെ വലിപ്പവും എന്നാൽ ചപ്പാത്തിയുടെ ആ ഒരു തിക്നെസ്സും വേണം. ആ ഒരു രീതിയിൽ ഇതാണ് കറക്റ്റ് സ്ട്രക്ചറ്. ഒരുപാട് ചപ്പാത്തി വലിപ്പത്തിൽ അങ്ങ് പരന്നു പോകണ്ട. അപ്പോൾ നമുക്കിതിനി നല്ല ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പത്തിരിയൊക്കെ പോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും. നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് പൊങ്ങി ഇതുപോലെ വരുവേ. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ബട്ടറാണ് നമ്മളിതിലേക്ക് തേച്ച് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിലും തേക്കാവേ. ഇപ്പം ഞാൻ ബട്ടറാണ് ഉപയോഗിക്കുന്നത്. ബട്ടർ തേച്ച് കൊടുക്കുമ്പോഴാണ് അതിന് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മാക്സിമം ബട്ടർ തേച്ചിത് ചുട്ടെടുക്കാൻ നോക്കണേ. അപ്പോൾ നമ്മുടെ ബട്ടർ പത്തിരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ സാധാ അരിപ്പൊടി കൊണ്ടും നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ പത്തിരി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് ഞാനൊരു ചിക്കൻ കുറുമയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. കിടിലൻ ടേസ്റ്റിലുള്ള ഈ ചിക്കൻ കുറുമയുടെ റെസിപ്പിയും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക്
2 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അപ്പം വലിയ സവാളയാണെങ്കിൽ 2 എണ്ണവും ചെറുതാണെങ്കിൽ 3 എണ്ണവും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവേ. ഇപ്പം ഞാൻ സവാള എല്ലാം ഒന്ന് വഴണ്ട് കിട്ടാനും മാത്രം ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് സവാള ഒന്ന് വെന്ത് കിട്ടണം. അതിന് വേണ്ടി മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം നന്നായിട്ട് സവാള വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 4 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, 1 ചുള വെളുത്തുള്ളി, അല്ലെങ്കിൽ 10-12 അല്ലി, ഒരു 12 അല്ലി വെളുത്തുള്ളി. ഇവ നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതും മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 2 വലിയ സൈസാണെങ്കിൽ 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്. ചെറിയ തക്കാളി ആണെങ്കിൽ 3 എണ്ണം ചേർക്കണേ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് വെന്ത് വഴണ്ട് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ വെന്ത് വന്നതിലേക്ക് മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പെരിഞ്ജീരകം എല്ലാം കൂടെ ഒന്നിച്ച് പൊടിച്ചെടുത്ത ഗരം മസാല ആണ്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്ന 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി മതി. ഒരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ കറക്റ്റ് പാകമായിക്കോളും. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ലേ, അപ്പം ഇത് ചിക്കനിൽ നിന്ന് തന്നെയാണ് വെള്ളം ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കനിൽ നമ്മൾ വെള്ളം ചേർക്കാതെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇതുപോലെ ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചാറിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കാം. ഇനി തേങ്ങാപ്പാൽ എടുക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഫ്രഷ് ക്രീം ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുന്നെങ്കിൽ നന്നായിട്ട് കുറുകി ഉള്ള തേങ്ങാപ്പാൽ എടുക്കണേ. അധികം വെള്ളം ചേർക്കാതെ അരച്ച് തേങ്ങാപ്പാൽ എടുക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ ഫ്രഷ് ക്രീം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് കൊടുത്തു വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 10-15 കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രേവി കറക്റ്റാണോ നോക്കണം. കാരണം ഇത് കുറച്ച് കഴിഞ്ഞ് കുറച്ചുകൂടെ കുറുകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമെങ്കിൽ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കപ്പിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇളക്കി നോക്കാം. ഇപ്പോൾ കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് കൂടി നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടുവേ. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് പൊടിയായി അരിഞ്ഞെടുത്ത മല്ലിയിലയാണ്. അപ്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സൂപ്പർ ടേസ്റ്റിലുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പി നിങ്ങൾ ഉറപ്പായിട്ടും തയ്യാറാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബട്ടർ പത്തിരിയും ചിക്കൻ കുറുമയും കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബട്ടർ പത്തിരി നമുക്ക് ഇഫ്താർ ടൈമിലും എല്ലാം നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്.